അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നൊരു ജ്യൂസ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ. ഈ നോയമ്പ് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുക്കാനും പകൽ മുഴുവൻ നീണ്ടുനിന്ന നോമ്പിൻ്റെ ക്ഷീണം മാറ്റാനും പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമി ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. സാധാരണ ഓറഞ്ച് ജ്യൂസിൽ നിന്നും വ്യത്യസ്തമായ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മധുരമുള്ള ഓറഞ്ചാണ്. പുളിയുള്ള ഓറഞ്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ തോടെല്ലാം മാറ്റി ഇതിനകത്തെ ആ കുരുവും ഇതിന് പുറത്തുള്ള ആ വെളുത്ത നാരക്കയില്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി ഇതേപോലെ എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജെല്ലിലേക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുതിന ഇലയാണ് കേട്ടോ. അതായത് ഒരു പിടിയോളം പുതിന ഇല ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് അതേപോലെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ജാറൊന്നും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ജ്യൂസില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അര ഗ്ലാസ് പാല്, വെള്ളം ചേർക്കാത്ത പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് തണുത്ത പാല് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. മധുരത്തിനായിട്ട് ഞാൻ ഇതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജ്യൂസിനൊരു ക്രീമി ടെക്സ്ചർ തന്നെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എത്ര മധുരം ആവശ്യമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ജ്യൂസാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമി മിൻറ്റ് ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഈസിയായി തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് നിങ്ങളെല്ലാവരും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെ നല്ല റെസിപ്പികൾക്കായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ. അസ്സലാമു അലൈക്കും.